Hello. Welcome back to another video of X and Y USS. X and Y Learning Day. USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഷെദീദ് സർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാംസിന് USS എക്സാമിന് മുന്നേ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിട്ടിരിക്കുക. സാറ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യും, ഈ വർഷത്തെ USS നമുക്ക് കൂളായിട്ട് പുഷ്പം പോലെ നേടിയെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സ് ആൻഡ് വൈയുടെ മുഴുവൻ ടീമും നിങ്ങളോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. നിങ്ങളും നമ്മോടൊപ്പം വേണം. അപ്പം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ USS എന്നുള്ള സ്വപ്നം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാപ്താക്കുകയാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈ USS ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. അപ്പം ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ ഫോളോയിങ്. ചുവടെ നൽകിയവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ചുവടെ നൽകിയവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ കോൾ, കൽക്കരി ആണോ? അതോ ഓപ്ഷൻ ബി പെട്രോളിയം ആണോ? ഓപ്ഷൻ സി വിൻഡ് ആണോ? ഓപ്ഷൻ ഡി ഡീസൽ ആണോ? ഈ നാലില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യമാണിത്. അപ്പം ഇനി അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്തെടുത്ത് നോക്കാം അല്ലേ. അപ്പം സാറിനാണ് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാറിന് നോൺ കൺവെൻഷണൽ സോഴ്സ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്താണ് എന്നുള്ളതൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പം സാർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഇതിൽ ഏതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നോൺ കൺവെൻഷണൽ ആണേ മക്കളെ. അപ്പം ഓപ്ഷൻസ് ചോദ്യം നോക്കി പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് കോൾ ഉണ്ട്, പെട്രോളിയം ഉണ്ട്, വിൻഡ് ഉണ്ട്, ഡീസൽ ഉണ്ട്. അപ്പം ഇതിങ്ങനെ നോക്കുമ്പം നമുക്ക് ഒരേ കാറ്റഗറിയിൽ ഈ ഒരു ചോദ്യത്തിനാണ്, എല്ലാ ചോദ്യത്തിനും ഈ ഒരു കാര്യം അപ്ലിക്കബിൾ അല്ല. ഇങ്ങനത്തെ കുറച്ചൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ആൻസർ ക്യാൻസലേഷൻ സ്കില്ല് വേണം. ഓപ്ഷൻസ് കാണുമ്പം ചില ആൻസർ ഇതെന്തായാലും ആൻസർ ആവില്ല എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ചില ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നോ രണ്ടെണ്ണോ ലാസ്റ്റ് ബാക്കിയാവും. അങ്ങനെ അതെന്ത് ചെയ്യും, അതൊന്ന് ഗസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുക. അപ്പം ചോദ്യം ചിലപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള ചോദ്യം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ അറിയാത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പം ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് മത്സര പരീക്ഷയ്ക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ത് ചെയ്യുക, നമ്മൾ നല്ല മാർക്കുകൾ വാങ്ങുക. അപ്പം ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രിക്സും ഒക്കെ വേറെ ഉള്ള ചാനലിലൊന്നും കിട്ടില്ല, നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ ചാനലിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം വീഡിയോ മറ്റുള്ളവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക നിർബന്ധമായിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ചോദ്യം, ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ വായിക്കുന്ന സമയത്തിലെ കൽക്കരി, പെട്രോളിയം, കാറ്റ്, ഡീസൽ. അപ്പം ഇതിൽ സാറിന് പെട്ടെന്ന് ചോദ്യം കണ്ടപ്പം ഇതിലൊരു 3 കാര്യങ്ങളെ ഒരു കാറ്റഗറി ആക്കി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നിയില്ലേ. കോള്, പെട്രോളിയം, ഡീസൽ. കൽക്കരി, പെട്രോളിയം, ഡീസൽ, ഈ 3 കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഇത് 3ഉം ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. വിൻഡ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ഊർജ്ജ സ്രോതസ്സാണ് വിൻഡ്. പക്ഷേ മറ്റു 3ഉം അല്ലേ നമുക്ക് പരിചയമുള്ള പെട്രോൾ, ഡീസൽ, കൽക്കരി അല്ലേ. കൽക്കരിയൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ട്രെയിനിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കൽക്കരി. അപ്പം അതൊക്കെ ഏകദേശം ഒരു ഫ്യൂവൽ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്ന ഏതാണ്, വിൻഡ് എന്നുള്ളതാണ് എന്ത് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ട ഡയറക്റ്റ് മെത്തേഡ് അല്ല. ഡയറക്റ്റ് ആയിട്ട് എക്സ് ആൻഡ് വൈയുടെ മക്കൾ നിങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് എന്താണ് നോൺ കോൺവെൻഷണൽ സോഴ്സസ്, അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്താണ്, കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇനി ഇതല്ല, ഈ വേറെ ഏതെങ്കിലും ചോദ്യം ചിലപ്പോൾ നമ്മൾ അറിയാത്ത ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാത്ത ചോദ്യം ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ ആൻസർ ക്യാൻസലേഷൻ മെത്തേഡുകളൊക്കെ എന്ത് ചെയ്യണം മക്കൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാർ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഇവിടെ കാണാൻ പറ്റും കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ കൽക്കരി, പെട്രോളിയം, അങ്ങനെ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നല്ലേ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ നമ്മൾ ഒരുപാട് വേസ്റ്റസ് ഒക്കെ ഡംപ് ചെയ്യും അല്ലേ. ജീവജാലങ്ങൾ മരിച്ചിട്ട് അത് ഡീക്കേ ആവുന്ന, അത് നശിച്ചു പോകുന്നത്, അതൊക്കെ എന്ത് ചെയ്യും, മണ്ണിൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യും, മില്യൺ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അത് ഫോസിൽ ഫ്യൂവലുകളായിട്ട് മാറുന്നത്.
മാറുന്നത്, ഫോസിൽ ഫ്യൂവലുകളായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഖനനം ചെയ്തെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറി ആക്കി തിരിക്കുന്നത്. അതിനോരോ കെമിക്കൽ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഓരോ ഫാക്ടറികളിലൊക്കെ വെച്ച് നടത്തിയിട്ടോ മൈനിങ് സ്ഥലങ്ങളിലൊക്കെ വെച്ച് നടത്തിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അത് പെട്രോളും ഡീസലും ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പം അങ്ങനെ മാറ്റുന്ന അത്തരം എനർജി സോഴ്സസിനാണ് നമ്മൾ എന്ത് പറയുക, കൺവെൻഷണൽ എനർജി സോഴ്സസ്. അത് നോൺ റിന്യൂവബിൾ ആയിട്ട് നമുക്ക് വീണ്ടും പുതുക്കിയെടുക്കാൻ പറ്റാത്ത, തീർന്നു പോകാൻ സാധ്യത ഉള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. അതാണ് കൺവെൻഷണൽ. അപ്പം നോൺ കൺവെൻഷണൽ എന്താണ്, അല്ലാത്തത്. അപ്പം നമുക്ക് കാറ്റ്, നമുക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോൺ കൺവെൻഷണൽ സോഴ്സ്. അതുകൊണ്ടാണ് നോൺ കൺവെൻഷണൽ ചോദിച്ചപ്പോൾ നമ്മൾ വിൻഡ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് കറണ്ട് ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് ഇലക്ട്രിക്കൽ എനർജിയുടെ ഫോം ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വീടുകളിലും മറ്റ് സ്കൂളുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം നോൺ കൺവെൻഷണൽ സോഴ്സിൻ്റെ പ്രത്യേകത അത് റിന്യൂവൽ ആണ്, റിന്യൂവൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അത് തീരില്ല, നമുക്ക് വീണ്ടും വീണ്ടും പുതുക്കി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത എന്തുണ്ട്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൺവെൻഷണലും നോൺ കൺവെൻഷണലും നമ്മളുടെ വ്യത്യാസം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ആൻസർ ക്യാൻസലേഷൻ എങ്ങനെയെന്നുള്ളൊരു ട്രിക്കാണ് സാർ എന്ത് ചെയ്ത് പഠിപ്പിച്ചത്. അത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആവണമെന്നില്ല, ചില ചോദ്യങ്ങൾക്ക് മാത്രമേ അത് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും അറിയാത്ത ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് നോക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ. യെസ്, അടുത്തൊരു ചോദ്യം ഇതാണ്. സോഷ്യൽ റിഫോമർ ഹു സ്ട്രൈവ്ഡ് ഫോർ ദ സ്കൂൾ അഡ്മിഷൻസ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഡിപ്രൈവ്ഡ് ക്ലാസ്സസ്. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനായിട്ട് പോരാടിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഉണ്ട്, ഓപ്ഷൻ ബി അയ്യങ്കാളി ഉണ്ട്, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ഇവിടെ ഓപ്ഷൻ സി ആയിട്ട് സഹോദരൻ അയ്യപ്പനാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ, ഇവിടെ വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ സിയും ഡിയും രണ്ടിലും ഇംഗ്ലീഷും മലയാളം കൊടുത്തെടുത്ത് മാറി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യേണ്ടത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. സാറ് മുന്നുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൈവ് സെഷനിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു പരിഷ്കർത്താക്കളെ കുറിച്ച് അല്ലെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് എല്ലാ USSനും ഏതെങ്കിലും രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ആ ഒരു ചാപ്റ്റർ കേരളം നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ബുക്കിൽ. അപ്പോൾ അതിൽ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലെ പല ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈവിലും ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം വൈയുടെ USSൻ്റെ ലൈവ് കാണാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 7:30 നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലൈവ് നടത്താറുണ്ട്. മെൻഡി ക്വിസ് ആയിട്ടും അല്ലാതെ ഇതുപോലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെ ലൈവ് നടത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ USS കോച്ചിങ്ങിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫ്രീ USS കോച്ചിങ്ങിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ശ്രീനാരായണ ഗുരുവാണോ, അയ്യങ്കാളിയാണോ, വാഗ്ഭടാനന്ദനാണോ, അതോ സഹോദരൻ അയ്യപ്പനാണോ? ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. യെസ്, അയ്യങ്കാളി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി അയ്യങ്കാളി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം ഒക്കെ ഉണ്ട് അല്ലേ, പാവപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് സമര ചരിത്രങ്ങളുണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് നമ്മുടെ അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അദ്ദേഹമാണ് അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനായിട്ട് പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. വൈ ഡിഡ് ഗാന്ധിജി സെലക്ട് സാൾട്ട് ആസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്? വൈ ഡിഡ് ഉപ്പ് ഒരു സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് വേ ടു ബ്രേക്ക് ദ സാൾട്ട് ലോ. ഉപ്പ് നിയമം ലംഘിക്കാൻ ഫലപ്രദമായിട്ടുള്ള വഴി ഇതാണെന്നുള്ളത് ഗാന്ധി മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടു മോട്ടിവേറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ്. ടു മോട്ടിവേറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിലെ അണികളെ ആവേശഭരിതരാക്കാൻ. ഓപ്ഷൻ സി, ടു ഡിമോളിഷ് ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ. ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ. ടു ഓർഗനൈസ് എ സ്ട്രോങ്ങർ മാസ് മൂവ്മെന്റ്
ടു ഓർഗനൈസ് എ സ്ട്രോങ്ങർ മാസ് മൂവ്മെന്റ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എ ആണോ ബി ആണോ സി ആണോ? ഉപ്പ് ഒരു സമരായുധമായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, ഓപ്ഷൻ ഡി ആണ്, ടു ഓർഗനൈസ് എ സ്ട്രോങ് മാസ് മൂവ്മെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് മിസ്റ്റേക്കലി വന്നാണ് കേട്ടോ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടേ. ടു ഓർഗനൈസ് എ സ്ട്രോങ് മാസ് മൂവ്മെന്റ്, അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് സമരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമുക്കറിയാം, ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുവാണ് അല്ലേ. എല്ലാവരും വീട്ടിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും വീട്ടിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അപ്പോൾ ഉപ്പിൻ്റെ മേലെയാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർ അനധികൃതമായിട്ട് ഒരുപാട് നികുതി, ടാക്സ് ഈടാക്കാണ്. അപ്പോൾ ആ ടാക്സ് ഈടാക്കിയപ്പം ഗാന്ധിജി മനസ്സിലാക്കി എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടും. അങ്ങനെ എല്ലാവരെയും കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗാന്ധിജിക്ക് വലിയ രൂപത്തിൽ സമരം നടത്താൻ പറ്റും എന്നുള്ള തോട്ട് എന്ത് ചെയ്തു, ഗാന്ധിജിക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് ഗാന്ധിജി ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മീൻസ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചത്. അപ്പം ഇങ്ങനെ ഗാന്ധിജി ഉപ്പിന് ഒരു സമരായുധമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം, അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ ജനകീയ പങ്കാളിത്തം, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കി കഴിഞ്ഞാലോ, ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാപ്പ് മേക്കിംഗ്. ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാപ്പ് മേക്കിംഗ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേരെന്ത്? നമുക്ക് മാപ്പിനെ കുറിച്ച് പഠിക്കാൻ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ടല്ലേ, നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. മാപ്പിനെ കുറിച്ച് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പം അതെന്നുള്ളൊരു ചോദ്യമാണ്. ഏതാണ് ഈ ഒരു ചോദ്യം? പലതരത്തിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ന്യൂമിസ്മാറ്റിക്സ് ആണോ, ജിയോളജി ആണോ, കാർട്ടോഗ്രഫി ആണ്, ഓർണിത്തോളജി ആണ്? ന്യൂമിസ്മാറ്റിക്സ്, ജിയോളജി, കാർട്ടോഗ്രഫി, ഓർണിത്തോളജി. ഇതിൽ മാപ്പിനെ കുറിച്ച് പഠിക്കുന്ന പഠനം യെസ് കാർട്ടോഗ്രഫി, ഓപ്ഷൻ സി കാർട്ടോഗ്രഫിക്കാണ് എന്ത് ചെയ്ത് നമ്മൾ മാപ്പുമായി ബന്ധപ്പെട്ട പഠനത്തിന് പറയുന്നത്. ഇത് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ള കാർട്ടോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂപടങ്ങളെ കുറിച്ച്, മാപ്പിനെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് കാർട്ടോഗ്രഫി. അങ്ങനെ തിരിച്ചു എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന എക്സാൻവൈയുടെ മക്കൾ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല, നമ്മൾ എന്ത് ചെയ്യും, ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കണം അല്ലേ. ന്യൂമിസ്മാറ്റിക്സ് എന്താണ്? കോയിനുകളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ള പേര് യൂസ് ചെയ്യാറുള്ളത്. കോയിനുകളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ള പേര് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. ഇനി ജിയോളജി, ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഉള്ളറകൾ, അതുമായി ബന്ധപ്പെട്ട് ഭൂമിയിലുള്ള കല്ലുകൾ, കാര്യങ്ങൾ, അങ്ങനെ ഭൂമിയുടെ സർഫേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലുള്ള പല വസ്തുക്കളെ, കല്ലുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പാറകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ ജിയോളജി എന്നുള്ള പേര് ഉപയോഗിക്കാറുള്ളത്. ജിയോളജി ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ്. കാർട്ടോഗ്രഫി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മാപ്പിനെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രഫി. ഓർണിത്തോളജി ഏതാണ്? ഓർണിത്തോളജി ബേർഡ്സിനെ കുറിച്ച്, പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർണിത്തോളജി എന്ന് പറയാം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു പഠനത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇതല്ലാതെ എന്ത് ചെയ്യും, വേറെയും ചില പഠനങ്ങളെ കുറിച്ച് ചോദിക്കുക അല്ലെ. പെഡോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പെഡോളജി. പ്രകാശത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ഒപ്റ്റിക്സ് എന്നുള്ള പേരാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഓരോ ശാസ്ത്രശാഖക്കും അതുമായി ബന്ധപ്പെട്ട പഠനത്തിനും ഓരോ പേരാളുണ്ട്. അധികവും ഇങ്ങനെ ഓളജി എന്നുള്ള രൂപത്തിലാണ് എൻഡ് ചെയ്യാറുള്ളത്. ഓർണിത്തോളജി, ജിയോളജി, പെഡോളജി എന്നൊക്കെ പറയുന്ന പോലെ ഓരോന്ന് ഓളജി വെച്ചിട്ട് എൻഡ് ചെയ്യാറുണ്ട്, അല്ലാത്ത രൂപത്തിൽ എൻഡ് ചെയ്യുന്ന പേരുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും പഠനത്തിന് ഓരോ പേരുകളുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാത്തത് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സാറ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന വർക്കാണ്, അപ്പം അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള കാർട്ടോഗ്രഫി, മാപ്പിനെ കുറിച്ചുള്ള പഠനത്തിന് കാർട്ടോഗ്രഫി എന്നുള്ള പേരാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ ഇയർ ഓഫ് ക്യൂൻസ് പ്രൊക്ലമേഷൻ ബൈ വിച്ച് ബ്രിട്ടൻ ടുക്ക് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്ത് വിളംബരം നടത്തിയത് ഏത് വർഷമാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1857, ഓപ്ഷൻ ബി 1858, ഓപ്ഷൻ സി 1859, ഓപ്ഷൻ ഡി 1860. 57, 58, 59, 60. ഇതിൽ ഏത് വർഷമാണ്? തൊട്ടടുത്ത 4 വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഏത് വർഷമാണ് ക്യൂൻ പ്രൊക്ലമേഷൻ നടത്തിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ അറിയുന്നവർക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ഏതാന്ന് നോക്കിയാലോ, യെസ് 1858, 1858 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നത്. അങ്ങനെ 1858 എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് രാജ്ഞി അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു പോയിന്റ് ആണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ USSന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.